സാറേ, കേരളത്തിൽ നടന്ന ഏറ്റവും വലിയ ഒരു ലഹരി കേസ് എന്ന് പറയുന്നത് 25,000 കോടി രൂപയുടെ ലഹരി മരുന്നാണ്. കൊച്ചിയിൽ കഴിഞ്ഞ വർഷം പിടികൂടിയതാണ്. അതിനകത്ത് പാകിസ്ഥാൻകാരനുണ്ട്, ഇറാൻകാരനൊക്കെ ഉണ്ട് പ്രതികൾ. പക്ഷേ നേവിയും അതുപോലെ നാർക്കോട്ടിക് ബ്യൂറോയും ഒക്കെയാണ് ഇവരെ ഇത് കസ്റ്റഡിയിലെടുത്തെങ്കിലും തുടർ നടപടികളൊന്നും ഉണ്ടാകുന്നില്ല. എന്താ സംഭവിക്കുന്നത്? തുടർ നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വേഗം ഇറാനിലേക്ക് തിരിച്ചു വിട്ടേക്കാനാണ് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നത്. അത് 25,000 കോടിയുടെ കേസാണ്. 2,525 കിലോ ഉണ്ടായിരുന്നു സാധനം. മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന ഡ്രഗാണ് ആയിരുന്നത്. അപ്പോൾ 2,525 കിലോ ഉണ്ടായിരുന്നു. അത് സാധാരണ 1 ഗ്രാമിൻ്റെ 2 ഗ്രാമിൻ്റെ ഒക്കെ പിടികൂടുള്ള കേസാണ്. അത് 25,000 കോടിയുടെ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അത് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ആണ് പിടികൂടിയത്. അവർ നേവിയുടെ സഹായത്തോടു കൂടിയാണ് പിടികൂടിയത്. അവർക്ക് കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് ഇൻപുട്ട് കിട്ടിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് അന്വേഷണം നടത്തിയതും. ഇവർ അന്വേഷണത്തിന് അല്ലെങ്കിൽ ഇവരെ പിടികൂടാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിലുണ്ടായിരുന്ന 5 പാകിസ്ഥാൻകാരുണ്ടായിരുന്നു. പാകിസ്ഥാൻകാർ കടലിലേക്ക് ചാടി. പാകിസ്ഥാൻകാർ പിന്നെ എന്ത് ചെയ്തെന്നൊന്നും പറയണില്ല ആൾക്കാർ. അതിനെപ്പറ്റി വിവരമൊന്നുമില്ല. അവർ ചാടിപ്പോയെന്നാണ് പറയുന്നത്. പക്ഷേ ഒരാളെ കിട്ടിയായിരുന്നു. ഒരാളെ കിട്ടിയത് ഒരു ഇറാൻകാരനായിരുന്നു. സുബൈർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ ആ സുബൈറിനെ പിടികിട്ടുകയും ചെയ്തു. ഇത്രയും സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിട്ടും നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ടായിട്ടും നേവി ഉണ്ടായിട്ടും ഇവരെല്ലാം ഉണ്ടായിട്ടും 25,000 കോടിയുടെ കേസായിരുന്നിട്ടും ഇപ്പോൾ പറഞ്ഞ് പിടിച്ച് വന്നു കഴിഞ്ഞപ്പോൾ എന്താ സംഭവിച്ചേക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള തെളിവുകളില്ല എന്ന് പറഞ്ഞിട്ട് വിചാരണ കോടതി പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹത്തെ അവിടെ ഇറാനിലേക്ക് വിട്ടേക്ക്, അദ്ദേഹത്തിന് ഇറാനിൽ പോകേണ്ട സൗകര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തു കൊടുത്തേക്ക്, ഇപ്പോഴുള്ള തെളിവ് വെച്ച് അദ്ദേഹത്തിനെതിരെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. നമ്മൾ ഈ 25,000 കോടി എന്നൊക്കെ പറഞ്ഞെന്ന് കേട്ട് ചിലർക്കൊക്കെ ബോധക്ഷയം ഉണ്ടായി. ഇത്രയും വലിയ തുകയെ പറ്റി പറയണത് കേട്ട് കഴിഞ്ഞപ്പോൾ അതിന് 2,525 കിലോ സാധനം ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ചാക്കൊക്കെ സൂക്ഷിച്ച് വെച്ചായിരുന്നെങ്കിൽ വല്ലവർക്കും ഈ വീടിന് മുകളിൽ കൃഷി ചെയ്യാനായിട്ട് ചാക്ക് ഉപയോഗിക്കായിരുന്നു. വേറെ എന്ത് ഈ ചാക്കിലുള്ള സാധനം എന്ത് സംഭവിച്ചു? ഒന്നിനെ പറ്റിയും ഒരു രൂപമില്ല. അദ്ദേഹത്തോട് പോയിക്കൊള്ളാനും പറഞ്ഞു, പോകാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ പറഞ്ഞു. ഇതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. നമ്മളിത് കേട്ട് ഭയങ്കരമായിട്ട് ഷോക്കടിച്ച് വിഷമിച്ച് ഇരിക്കുകയായിരുന്നു. അതിന് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. അപ്പോൾ നേരത്തെ 5 പേര് കൂടി ഉണ്ടായിരുന്നു. 5 പേര് പാകിസ്ഥാൻകാരായിരുന്നു. പാകിസ്ഥാൻകാർ കടലിലേക്ക് ചാടി രക്ഷപ്പെട്ടു. ഒരാളെ കിട്ടിയ ആളെ വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കുറേ ആൾ കോടതിയിലൊക്കെ നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവസാനം അദ്ദേഹത്തെ വിട്ടേക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അവസാനം. അപ്പോൾ നമ്മുടെ ഈ ഇവിടുത്തെ ഡ്രഗ്സിൻ്റെയൊക്കെ കേസ് എന്തുമാത്രം എന്താണ് ഇതിൽ സംഭവിക്കണത് എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. നമ്മളത് കേട്ട് ഷോക്കടിക്കാമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. ഇത് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിരുന്നതാണെന്നാണ് അന്ന് കേട്ടിരുന്നത്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലും അതേപോലെ ബാക്കി നെയ്ബറിങ് കൺട്രീസിൽ ശ്രീലങ്ക, മാൽഡീവ്സ്, ഈ 3 രാജ്യം, ഇന്ത്യ, ശ്രീലങ്ക, മാൽഡീവ്സ്, ഈ 3 രാജ്യങ്ങളിൽ വിതരണം ചെയ്യാനായിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നാണ് കൊണ്ടുവരുന്നത്. പിന്നെ ആ പർട്ടിക്കുലർ ഏരിയ, അതായത് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയ്ക്ക് ഡെത്ത് ക്രസൻറ്റ് എന്നാണ് പറയുന്നത്. ഡെത്ത് ക്രസൻറ്റ് എന്നാണ് പറയുന്നത്. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ആ ഏരിയയിൽ അവിടെ നിന്ന് കൊണ്ടുവരുന്നു. എന്നിട്ട് നമുക്കൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നമ്മൾ സഹകരിച്ച് അത് ഉപയോഗപ്പെടുത്തുന്നു. അവസാനം ഇപ്പോൾ ഒരു നല്ല കൺസൈൻമെൻറ്റ് പിടിച്ചിട്ട് സംഭവിച്ചിരിക്കുന്ന ഇതാണ്. തെളിവില്ല എന്നും പറഞ്ഞ് വിട്ടയക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലഹരി വേട്ടയൊക്കെ ഇത്രയേ ഉള്ളൂ എന്നുള്ളതിൻ്റെയും കൂടി ഒരു എക്സാമ്പിളായിട്ട് ഇതിനെ കടന്നു നോക്കുകയാണ്. സാർ, ശരിക്കും പറഞ്ഞാൽ ഈ ലക്ഷദ്വീപിൻ്റെ ഈ അതിർത്തിയിൽ അപ്പം നമ്മൾ ലക്ഷദ്വീപിലേക്ക് ഇനി ഇന്ത്യൻ സേനയെ അവിടെ വിന്യസിക്കണം എന്നൊക്കെ ആവശ്യപ്പെടുന്നത്. ഇതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ മേഖലയിൽ നിന്ന് മയക്കുമരുന്ന് കടത്തലിൻ്റെ ഒരു പ്രധാന കേന്ദ്രം ലക്ഷദ്വീപിന് സമീപത്തൂടെയാണ്. അപ്പോൾ ആ ഭാഗത്ത് വെച്ച് ഇന്ത്യ വലിയൊരു മയക്കുമരുന്ന് വേട്ടയൊക്കെ പിടികൂടിയിരുന്നു. പക്ഷേ അവിടേക്ക് ഇന്ത്യൻ സേന ചെല്ലരുതെന്ന് പറഞ്ഞിട്ട് ലക്ഷദ്വീപ് വലിയ ക്യാമ്പയിൻ നടത്തുന്നു. അവിടെ ചെന്നാൽ ഗുജറാത്തികൾ അവിടെ പിടിച്ചെടുക്കാൻ പോകുന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള ചില നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ തീവ്രവാദ സംഘടനകൾക്ക് അല്ലെങ്കിൽ മയക്കുമരുന്ന് കച്ചവടം നടത്തുന്നവർക്ക് വലിയ പിന്തുണ നൽകുന്നവർ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. നമ്മുടെ നാട്ടിലുണ്ട്. മാത്രമല്ല, ഒരു പ്രാവശ്യം അവിടെ മോഡി പോയെന്നും പറഞ്ഞുകൊണ്ട് എന്തായിരുന്നു പുകില്, ഭയങ്കര ബഹളമായിരുന്നില്ല. അതെ. അപ്പോൾ മാൽഡീവ്സിൽ നിന്നും ടൂറിസത്തിൻ്റെ ഒരു ഹബ്ബായിട്ട് ഇതിനെ ലക്ഷദ്വീപിനെ മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കര ബഹളമായിരുന്നു. അത് മാത്രമല്ല, മോഡി അവിടെ ചെല്ലുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ചിലർക്ക് ഭയങ്കര പ്രയാസമാണ്. വാസ്തവത്തിൽ അതിനെ നല്ലൊരു ടൂറിസ്റ്റ് സെൻ്ററായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ് ലക്ഷദ്വീപ്. പക്ഷേ ഇപ്പോൾ അവിടേക്ക് പ്രവേശിക്കാൻ ബുദ്ധിമുട്ടും, മാത്രമല്ല ആ ഏരിയ മുഴുവനും ഈ നാർക്കോട്ടിക്സിൻ്റെ ഒരു വലിയ കേന്ദ്രമാക്കി അത് ുന്നുണ്ടെന്നുള്ളതിൻ്റെ ഒരു നല്ല തെളിവ് കൂടിയാണിത്. ഇത് ഒക്കെ ലക്ഷ്യമിടുന്നത് അങ്ങോട്ട് തന്നെയാണ്, ലക്ഷദ്വീപിലേക്കും മാൽഡീവ്സിലേക്കും അവിടെ ഇവിടെയൊക്കെ പോകും.
പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കാനോ അതിൻ്റെ അടുത്തേക്ക് പോകാനോ അന്വേഷിച്ച് പോകാനോ ഒന്നും പറ്റാത്ത സാഹചര്യം. അവിടെ അന്വേഷിക്കാൻ ആരെങ്കിലും നേവിയുടെ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫോഴ്സസ് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കൾച്ചർ നശിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കും. ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കുറേ പേര് അതിന് ഈ ഇന്ത്യ അങ്ങോട്ട് ലക്ഷദ്വീപിൽ എന്തെങ്കിലും ചെയ്യണമെന്ന് പറയുമ്പോഴേക്ക് എതിർക്കാനായിട്ട് സിനിമ ഫീൽഡിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കൺസെർട്ടഡ് എഫർട്ടാണ്. ഇന്ത്യ വിരുദ്ധ ചിന്താഗതിയുള്ള ആൾക്കാർ ഒരുമിച്ച് നിന്നിട്ട് ചെയ്യുന്നൊരു പദ്ധതിയാണ്. എന്തായാലും ഇങ്ങനെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇങ്ങനെ ഇറാനിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് പറഞ്ഞയക്കാനുള്ള സൗകര്യങ്ങൾ ഒപ്പിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ യുവാക്കളുടെ കാര്യം വളരെ കഷ്ടമായിട്ട് മാറാനാണ് സാധ്യത. സാർ, ഇപ്പോൾ 25,000 കോടി രൂപയുടെ ലഹരി മരുന്ന്, നമുക്കൊരു ചെറിയ എമൗണ്ടുള്ള ലഹരി മരുന്ന് പിടികൂടിയാൽ തന്നെ വലിയ വാർത്തയായി കേസെടുക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും പിടികൂടുമ്പോൾ ഇവർ കൊണ്ടുവരുന്നത് ബോട്ടിലോ അങ്ങനെയുള്ള കടൽ മാർഗ്ഗമല്ലേ, അങ്ങനെ കൊണ്ടുവന്ന സമയത്ത് 5 പാകിസ്ഥാൻകാരികൾ കടലിലേക്ക് ചാടി, പാകിസ്ഥാൻ സ്വദേശികൾ കടലിൽ ചാടി രക്ഷപ്പെട്ടു. അപ്പം നമ്മുടെ കോസ്റ്റ് ഗാർഡിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന നർക്കോട്ടിക് വിങ്ങിൻ്റെയൊക്കെ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തിയാൽ വേണമെങ്കിൽ അവരെ പിടികൂടിയത്. അപ്പോൾ അങ്ങനെ പിടികൂടാത്തടത്തോളം കാലം ഈ ലഹരി മരുന്ന് കൊണ്ടുവന്നത് ആരാണ്, ഇതിൻ്റെ ഉറവിടം എവിടെയാണ്, ഇതുമായി ബന്ധപ്പെട്ട കേസ് എങ്ങോട്ട് നീങ്ങുന്നു, ഇതൊക്കെ പുറത്തു വരും. അപ്പോൾ അങ്ങനെ പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്ന ചിലർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടല്ലേ അവരെ പിടികൂടാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും ഇതിൻ്റെ പിന്നിൽ വലിയ ഗ്യാങ്ങുകളുണ്ട്. അതാണ് പ്രശ്നം. വലിയൊരു മാഫിയ ഉണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ ഇതിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഉണ്ടായിരുന്നു, നേവി ഉണ്ടായിരുന്നു, നേരത്തെ ഇൻ്റലിജൻസ് ഇൻപുട്ട് ഉണ്ടായിരുന്നു. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും കടലിൽ ചാടി നമ്മൾ വെറുതെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്ന പോലെ അല്ലല്ലോ കടലിലേക്ക് ചാടണേ. കടലിൽ 5 പാകിസ്ഥാനികൾ ചാടിയിട്ട് അവരെ പറ്റി ഒരു വിവരമില്ലാതിരിക്കണം ഇങ്ങനെ. അതേപോലെ ഇയാളെ ഇത്രയും നാൾ കയ്യിൽ കിട്ടിക്കഴിഞ്ഞിട്ട് ഇയാളെ ഇത്രയും 2525 ബാഗോട് കൂടി പിടികൂടി കഴിഞ്ഞിട്ട് അതും ഇത്രയും അപകടകാരിയായ മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന ഡ്രഗ്സ് സഹിതം പിടികൂടിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങനെ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനായിട്ട് ഏതൊക്കെ ശക്തികൾ മാഫിയ അതിൻ്റെ പിന്നിലുണ്ടെന്നാണ് അർത്ഥം. അത് ചെറുത്ത് തോൽപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇതൊക്കെ മോഡിയുടെയും ശ്രദ്ധയിൽപ്പെടട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ ഇപ്പോൾ ഈ വായിക്കൊന്നും ഇഫക്റ്റീവായിട്ടൊന്നും ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയാണ്. എന്തുകൊണ്ടോ രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെയാണ് നമുക്ക്. വി ആർ ഇൻടോക്സിക്കേറ്റഡ് വിത്ത് ദാറ്റ്. അതുകൊണ്ട് കേന്ദ്രം തന്നെ ഇതിലൊരു ആക്റ്റീവ് ഇൻട്രസ്റ്റ് എടുത്താലേ എന്തെങ്കിലും കാര്യം നടക്കുകയുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ശരിക്കും പറഞ്ഞാൽ ഈ കടൽ മാർഗമുള്ള ലഹരി മരുന്നിൻ്റെ കടത്ത് അത് വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം മറ്റ് രാജ്യങ്ങളുടെ ഒരു വരുമാന മാർഗ്ഗം, ഇപ്പോൾ അഫ്ഗാനിലൊക്കെ ഈ മയക്കുമരുന്ന് എന്ന് പറയുന്നത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ലല്ലോ. അപ്പോൾ അത് പാകിസ്ഥാനുമായിട്ട് അവർ ചെയ്യുന്നു. അപ്പോൾ ആ കിട്ടുന്ന പണം മുഴുവൻ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽ ലഹരി കടത്തി കിട്ടുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇരയാകുന്ന ഒരുപക്ഷെ ഇന്ത്യ ഉൾപ്പെടെയാണ്. അല്ല, ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ തീവ്രവാദികൾക്ക് ഈ പണം കിട്ടുന്നത് എവിടെ നിന്നാണ്? ഇത്തരത്തിലുള്ള കച്ചവടത്തിൽ നിന്ന് കിട്ടുന്ന പണം. അപ്പോൾ ഇതിൻ്റെ ഒരു മുളയിലെ അത് നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ നമുക്ക് തന്നെ അത് വലിയ ബാധ്യതയായി മാറും. അപ്പോൾ നമ്മൾ കടലിലെ വലിയ ശക്തിയാണെന്ന് പറയുന്നത്, ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മറ്റ് രാജ്യങ്ങളെക്കാൾ വലിയ സൈനിക ശേഷിയുണ്ടെന്ന് പറയുന്നത്, ഇതൊക്കെ ഉണ്ടായിട്ടും നമ്മളുടെ മറ്റ് സ്റ്റേറ്റുകളിലാണെങ്കിൽ ഇതിനൊക്കെ കൂടുതൽ സജീവമായ നടപടി ഉണ്ടാകുന്നു, നിയമ നടപടികൾ സ്വീകരിക്കുന്നു. അപ്പോൾ കൊച്ചി പോലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ അതിൻ്റെ പരിസരത്ത് 25,000 കോടിയുടെ ലഹരി മരുന്നുണ്ടാകുന്നു. അപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിന് ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടെ ഒരു ആർജവം കാണിക്കുക, ഒരുപക്ഷെ കേന്ദ്രവുമായി കൈകോർത്തുകൊണ്ട് തുടർ നടപടി സ്വീകരിക്കണമെന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. ഇതൊന്നും ചെയ്യുന്നില്ലല്ലോ. അല്ല, കേന്ദ്രമായിട്ട് നമ്മളെപ്പോഴും ഫൈറ്റ് ചെയ്യാണല്ലോ. അല്ലാതെ കേന്ദ്രമായിട്ട് യോജിച്ചൊരു പരിപാടിക്ക് നമ്മൾ നിൽക്കണില്ലല്ലോ. കേരളം ഒരു ഡിഫറെൻറ്റ് കൺട്രി എന്നുള്ള രീതിയിലല്ലേ ഇങ്ങനെ. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു അപകടം നമുക്കുള്ളത്. അപ്പോൾ എന്തായാലും 25,000 കോടിയുടെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും അല്ലേ? വലിയ പ്രതീക്ഷയൊന്നും തോന്നണില്ല. എന്തെങ്കിലും സംഭവിക്കട്ടെ, അത്രേ പറയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.